കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ അതിന് അവരെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇതിപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ ഓരോ ബാച്ച് ട്രെയിനി ബാച്ചും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ ബാച്ചിലും അത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമോ അവരുടെ താല്പര്യമോ നമ്മുടെ ഇഷ്ടമോ താല്പര്യമോ തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് വളരെ ത്വരിതഗതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഇപ്പം എൻ്റെ അമ്മയുടെ തലമുറയിലുള്ള സ്ത്രീകൾ അവരുടെ അമ്മയാണ് ബെസ്റ്റ്, ആ ബെസ്റ്റ് അമ്മയാകാനുള്ള ശ്രമത്തിലായിരുന്നു അവരുടെ വളർച്ച എന്ന് പറയുന്നത്. ഞാൻ ജനിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിൽ ഇത് രണ്ടിനും ഇടയിലാണ്. അതായത് ഒരു പ്രൊഫഷണലായി വളരുക, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു നല്ല അമ്മ എന്ന രീതിയിൽ അനുഭവിക്കുന്ന ഒരു അമ്മയുമായി വളരുക എന്ന രീതിയിലാണ് ഈ പറയുന്ന ഒരു കണ്ടീഷനിങ് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷേ ഇതല്ല നമ്മുടെ ലൈഫ്, നമ്മുടെ സാധ്യതകൾ ഇതല്ല, നമ്മുടെ സ്കോപ്പ് ഇതല്ല, നമുക്ക് മുന്നിലുള്ള വഴികൾ ഇതല്ല, നമുക്ക് ലഭ്യമാകുന്ന സാധ്യതകൾ ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് വളരുന്നു എന്നുള്ളത് അത് കാലഘട്ടം ആവശ്യപ്പെടുന്ന കൂടിയല്ലേ. അപ്പോൾ അതിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളാണോ വളരേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സമൂഹം ഇപ്പോൾ 2020 സമൂഹം അല്ല 2025 സമൂഹം. ഈ 2025 സമൂഹമായിരിക്കും 2030 ആകുമ്പോഴത്തേക്ക്. സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹം വളരുന്നതിനോടൊപ്പം നമ്മുടെ തലമുറയും വളരുന്നു. പക്ഷേ അതിലേത് തലമുറ മാത്രം വളരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും പല സ്ഥലങ്ങളിലൊക്കെ റീല് വരുന്നൊരു പ്രധാനപ്പെട്ട സാധനമാണ്, പരസ്പരം കളിയാക്കിക്കൊണ്ടാണ് 90s കിഡ്സും 2000 ജെൻസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ രണ്ട് ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ട് കമ്പയർ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ആരാണ് വളരേണ്ടത്? ഈ പുതിയ തലമുറ വളരുന്നതിനോടൊപ്പം തന്നെ ആ പുതിയ തലമുറ വളരുന്നതിൻ്റെ തോത് മനസ്സിലാക്കാനും അവരുടെ രീതികൾ മനസ്സിലാക്കാനും പലപ്പോഴും പഴയ തലമുറ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ആളുകളും തിരക്കില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളാണെങ്കിൽ തന്നെ എത്ര മാതാപിതാക്കളാണ് വൈകുന്നേരത്ത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആ കുട്ടികളെ കേൾക്കാൻ, ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ അവരോട് കുറച്ചധികം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു കുട്ടി വളർന്നു വലുതായി 10ാം ക്ലാസ്സോ +1 +2 ആകുന്ന കാലഘട്ടത്തിലല്ല നമ്മളത് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ വളർച്ച തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ആ കുട്ടിയോട് ഏറ്റവും വലിയ സൗഹൃദം ഉണ്ടായിരിക്കേണ്ടത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ്. എത്ര മാതാപിതാക്കൾക്ക് അവരവരുടെ കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവരോടൊപ്പം ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിക്കും അപ്പുറം അവരുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ ആ ചോദ്യം ഉയർത്തുമ്പോൾ സ്വാഭാവികമായി മാതാപിതാക്കളോട് നമ്മൾ വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ? ഇതിനൊന്നിനും നമ്മൾ അഡ്രസ്, ഇപ്പം കുട്ടികളുടെ സ്ട്രഗിളിനൊപ്പം തന്നെ നമുക്ക് അതിനെയും അഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിയില്ല. ഒരു വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തിനൊരു പരിധിയില്ലേ, അല്ലെങ്കിൽ സമയത്തിനൊരു ചിലപ്പം ആ സമയത്ത് കുട്ടികൾ വരുന്ന സമയത്തോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ ഒരു പക്ഷേ വീട്ടിലുണ്ടാകാതിരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലേ? ആ സാഹചര്യത്തെ മീറ്റ് ചെയ്തില്ലെങ്കിൽ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാമ്പത്തിക സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ പലതും ഉണ്ടാവില്ലേ? അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കമ്മിറ്റ്മെൻറ്റുകളാണ്. നമുക്ക് പലർക്കും പല ആളുകളോടും പരസ്പരം കമ്മിറ്റ്മെൻറ്റുകൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് കുട്ടികളോടാണെങ്കിലും കുട്ടികൾക്ക് തിരിച്ച് മാതാപിതാക്കളോടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ പോലും ഒരു കമ്മിറ്റ്മെൻറ്റുകളും ഇല്ലാത്ത വല്ലാതെ സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഓരോ ആളുകളും അവരവരുടെ ലോകത്തേക്ക് മാത്രം നീങ്ങുകയും അവരവരുടെ ലോകത്തേക്ക് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നു. വൈബ് എന്ന് പറഞ്ഞൊരു പുതിയ കാലഘട്ടമൊന്നുമല്ല, 2025 ഒരു പദപ്രയോഗമൊന്നുമല്ല, അതിലും കുറേ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായ പദപ്രയോഗമാണ്. അപ്പോൾ എന്താണ് എൻ്റെ വൈബ് എന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പരസ്പരം പുതിയ തലമുറ ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറി. അവർ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 2025 നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ 2010 2005 എടുത്ത് കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ ഡിപ്രഷൻ എന്നോ ആങ്സൈറ്റി എന്നോ സ്ട്രെസ്സോ എന്നോ എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ എടുത്ത് പരിശോധിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കളെ എടുത്ത് പരിശോധിച്ചാൽ ഈ പറയപ്പെടുന്ന വാക്കുകൾ ദൈനംദിനം നിരന്തരമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ മാറുന്നു. ശരിയാണ്. പക്ഷേ അതിനിടയ്ക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ ഇല്ലാതിരിക്കുകയോ സ്ട്രെസ് ഇല്ലാതിരിക്കുകയോ സ്ട്രെയിൻ ഇല്ലാതിരിക്കുകയോ ചെയ്യുകയല്ല നമ്മളും ചെയ്തിരുന്നത്. നമുക്കിത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇതൊക്കെയാണ് ലൈഫ് എന്ന് നമ്മൾ
പഠിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. എവിടെ എത്ര സ്ട്രഗിൾ എടുക്കണം, എൻ്റെ ലൈഫിൽ നിന്നുള്ള സമാധാനവും സന്തോഷവും എത്ര ഞാൻ സ്പെൻഡ് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ എത്ര എഫോർട്ട് ഇടണം, എത്ര ഇമോഷൻ അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവരെ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങോട്ട് വളരണോ ഇങ്ങോട്ട് വളരണോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട് എന്നുള്ളത്. അല്ല, തീർച്ചയായിട്ടും അവരതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള ഡിപ്രഷനും അത്തരത്തിലുള്ള സ്ട്രെസ്സും കൂടുതലാവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതൊന്നും ഷെയർ ചെയ്യാൻ ആളില്ലാതാവുന്നു. നമുക്ക് വല്ലാത്തൊരു സങ്കടം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിലും അനുഭവിക്കുന്ന സമയത്ത് അത് വളരെ വിശ്വസ്തയോടുകൂടി, വളരെ ധൈര്യത്തോടു കൂടി നമ്മളെ കേൾക്കുമെന്നോ നമ്മുടെ കൂടെ നിൽക്കുമെന്നോ കരുതി നമുക്ക് ഓപ്പൺ ആയിട്ട് അത് ഷെയർ ചെയ്യാൻ കഴിയുന്നൊരു പശ്ചാത്തലമോ കുടുംബ സാഹചര്യമോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ കുട്ടികൾ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.